നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മൾ എടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു തീരുമാനമുണ്ട്, അല്ലേ? അവരുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു തീരുമാനം. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിയുമ്പോഴേക്കും വീട്ടിലും നാട്ടിലുമൊക്കെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ടെൻഷൻ വരുന്ന ആ ചോദ്യം. അതെ, ഇത് വെറുമൊരു ചോദ്യം മാത്രമല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഉത്തരം അത് നമ്മുടെ ജീവിതത്തിന്റെ അടുത്തൊരു 4-5 വർഷത്തെ മാത്രമല്ല തീരുമാനിക്കുന്നത്. അതിനപ്പുറത്തേക്കും അതിന്റെ സ്വാധീനമുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ, ഏറ്റവും നല്ല പ്രായത്തിലെ ഒരു 4 വർഷം, കുറഞ്ഞത് 4 വർഷമാണ് നമ്മളിതിനു വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത്. പിന്നെ പണത്തിന്റെ കാര്യം. ഒരു സാധാരണ കുടുംബം അവരുടെ വർഷങ്ങളായുള്ള സമ്പാദ്യത്തിൽ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത്. അതൊരു ചെറിയ തുകയല്ല, അല്ലേ? അപ്പോ പണം മാത്രമല്ല, അതിന്റെ കൂടെ നമ്മുടെ കുട്ടികളുടെ ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ കഠിനാധ്വാനം, ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്നത്, അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കരിയർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറുമൊരു ഡിസിഷനല്ല. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റുകളിലൊന്നാണ്, സാമ്പത്തികമായിട്ടും വ്യക്തിപരമായിട്ടും. അപ്പോ ഈ ഇൻവെസ്റ്റ്മെന്റിൽ എന്തൊക്കെയാണ് ശരിക്കും വരുന്നത്? ഒന്ന്, പണം. ഫീസ്, കോച്ചിങ്, ഹോസ്റ്റൽ ചെലവുകൾ, അങ്ങനെ ഒരുപാട്. പിന്നെ സമയം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 3 മുതൽ 6 വർഷം വരെ. അതുപോലെ തന്നെ ഊർജം, കഠിനാധ്വാനം, ടെൻഷൻ, സ്ട്രെസ്, പിന്നെ തലച്ചോറിന്റെ അധ്വാനം, ഓർമ്മശക്തി, ശ്രദ്ധ, പ്രോബ്ലം സോൾവിംഗ്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഇതിത്രയും വലിയൊരു നിക്ഷേപമാവുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത്, ഒരു ശരാശരി ഇന്ത്യൻ കുടുംബം അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും ഇതായിരിക്കും. അത്രയേറെ പ്രാധാന്യമിതിനുണ്ട്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ഇത്രയുമൊക്കെ കഷ്ടപ്പെട്ടിട്ടും, ഇത്രയും പണവും സമയവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാതെ പോകുന്നത്? ഇത് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ്, അല്ലേ? നമ്മൾ കാണുന്ന കാര്യമാണ്. കുട്ടികൾ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, പക്ഷെ പരീക്ഷാ ഹാളിലെത്തുമ്പോഴേക്കും പകുതിയും മറന്നുപോകും. അല്ലെങ്കിൽ വലിയ ഫീസൊക്കെ കൊടുത്ത് നല്ല കോച്ചിങ് സെന്ററിൽ ചേർക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് ആ വിഷയത്തിലുള്ള താൽപ്പര്യം തന്നെ പോകും. അവർ അവരുടെ ഫുൾ എഫർട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ മാർക്ക് മാത്രം കൂടുന്നില്ല. സ്ഥിരതയില്ലാതെ ഇങ്ങനെ കേറിയും ഇറങ്ങിയും നിൽക്കും. അപ്പോഴാണ് ഓരോ അച്ഛനും അമ്മയും വിഷമത്തോടെ ചിന്തിക്കുന്നത്, എന്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ അവൾക്കൊരു നല്ല റിസൾട്ട് കിട്ടാത്തത്? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം വരും. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയേണ്ടത്. പ്രശ്നം കഠിനാധ്വാനത്തിന്റെ കുറവല്ല, ഒട്ടുമല്ല. പക്ഷേ ആ കഠിനാധ്വാനം പോകുന്നത് തെറ്റായ ദിശയിലാണ്. അത് തന്നെയാണ് പ്രശ്നം. അപ്പോ ഇവിടെ നമ്മുടെ ചിന്തയെ ഒന്നും മാറ്റിപ്പിടിക്കേണ്ടതുണ്ട്. നമ്മൾ മുടക്കുന്ന ഈ ഇൻവെസ്റ്റ്മെന്റിന്, അതായത് നമ്മുടെ അധ്വാനത്തിന് ഏറ്റവും നല്ല റിട്ടേൺ എവിടെയാണ് കിട്ടുക, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ തലച്ചോറിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ROI എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചോദ്യം ഇനി ഏത് കോഴ്സാണ് ഏറ്റവും ബെസ്റ്റ് എന്നായിരിക്കരുത്. പകരം നമ്മൾ ചോദിക്കേണ്ടത്, എന്റെ അധ്വാനത്തിന് അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ കഷ്ടപ്പാടിന് ഏറ്റവും ഉയർന്ന റിസൾട്ട് എവിടെ കിട്ടും എന്നാണ്. ഈയൊരു മാറ്റം വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ റിസൾട്ട് തീരുമാനിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നൊരു ഘടകമുണ്ട്. അതാണ് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കഴിവുകൾ. നമ്മുടെ പഠനത്തെയും വിജയത്തെയും ഒക്കെ ശരിക്കും നിയന്ത്രിക്കുന്നത് ഈ കഴിവുകളാണ്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇവിടെ 2 കുട്ടികളുണ്ട്, സ്റ്റുഡന്റ് എ, സ്റ്റുഡന്റ് ബി. സ്റ്റുഡന്റ് എക്ക് നല്ല ഓർമ്മശക്തിയാണ്. അവൻ ഒരു 3 മണിക്കൂർ പഠിച്ചാൽ മതിയാകും കാര്യങ്ങൾ ഓർമ്മയിൽ നിർത്താൻ. പക്ഷേ സ്റ്റുഡന്റ് ബിക്ക് ഓർമ്മശക്തി കുറച്ച് കുറവാണ്. അതുകൊണ്ടവൻ ഒരു 6 മണിക്കൂർ പഠിച്ചാലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാൻ പാടുപെടും. ഇവിടെ നോക്കൂ, രണ്ടുപേരും ഒരേപോലെ അധ്വാനിക്കുന്നുണ്ട്, ഒരേ സമയം ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ട് കിട്ടുന്ന റിസൾട്ടും വ്യത്യസ്തമായിരിക്കും. ഇതാണ് പോയിന്റ്. അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ഈ അടിസ്ഥാന കഴിവുകൾ, അതായത് ഓർമ്മ, ശ്രദ്ധ, കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ്, യുക്തി, ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ശാസ്ത്രീയമായി അളക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് കോഗ്നിറ്റീവ് സ്കിൽസ് അസസ്മെന്റ്. ഇത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഓരോ കരിയറിനും വേണ്ട ബ്രെയിൻ സ്കിൽസ് വ്യത്യസ്തമാണ്, അല്ലേ? ഒരു എഞ്ചിനീയർക്ക് വേണ്ട ലോജിക്കൽ തിങ്കിങ് ആയിരിക്കില്ല ഒരു ഡോക്ടർക്ക് വേണ്ട മെമ്മറി പവർ. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായ കഴിവുകളും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കരിയറും തമ്മിലൊരു ചേർച്ചയുണ്ടാവണം. അതാണ് വിജയത്തിലേക്കുള്ള എളുപ്പവഴി. ഇങ്ങനെ സ്വന്തം കഴിവുകളെക്കുറിച്ചൊരു വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കൺഫ്യൂഷൻ മാറും. സംശയങ്ങൾക്കിടയില്ലാതെ നല്ല ആത്മവിശ്വാസത്തോടെ നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കും.
അതുകൊണ്ട് ഇതിനെ ഒരു അധിക ചെലവായി കാണരുത്. പകരം നമ്മൾ ചെയ്യാൻ പോകുന്ന ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് മുൻപുള്ള ഒരു അനാലിസിസ് ടൂളായിട്ട് കാണണം. നമ്മുടെ കുട്ടിയുടെ ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള ഒരു മുൻകരുതൽ. ഇതിന്റെ ഗുണം രണ്ടു കൂട്ടർക്കുമുണ്ട്. കുട്ടികൾക്ക് ആ അനാവശ്യമായ സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കാം. അവർക്ക് നല്ല കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ രക്ഷിതാക്കൾക്കോ തെറ്റായൊരു കോഴ്സ് എടുത്ത് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്ത് പിന്നീട് വിഷമിക്കേണ്ടി വരില്ല. നല്ലൊരു മനസ്സമാധാനം കിട്ടും. അതുകൊണ്ട് അവസാനം നമ്മൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കരിയറിലെ വിജയമെന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നതിലാണ്. ഈയൊരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നോ നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കണമെന്നോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചേക്കാം. ഓർക്കുക, ശരിയായ സമയത്ത് എടുക്കുന്ന ഒരു ശരിയായ തീരുമാനം മതി നമ്മുടെ ഭാവിയെ ശോഭനമാക്കാൻ.